നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വിശുദ്ധ വാരത്തിന് തുടക്കം. എളിമയുടെ സന്ദേശം പകർന്ന് ഓശാന ഞായർ. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ ഭക്തി നിർഭരമായി. പ്രചരണ തിരക്കിൽ സ്ഥാനാർത്ഥികൾ. ആവേശമായി പര്യടന പരിപാടികൾ. അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാർ ആനന്ദപുരത്ത് സംഘടിപ്പിച്ച ഗായത്രി മഹായജ്ഞം ഭക്തിസാന്ദ്രമായി. ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് നൂറുകണക്കിന് ആളുകൾ. ചെമ്പുച്ചിറയിൽ നിർമ്മിച്ച തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിന്റെ പ്രവേശനവും ഗുരുപാദുക പ്രതിഷ്ഠയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ആഘോഷിച്ചത്. ഇതോടെ വിശുദ്ധ വാരത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക തിരുക്കർമ്മങ്ങളും നടത്തി. യേശുക്രിസ്തുവിനെ ജനങ്ങൾ രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജെറുസലേമിലേക്ക് വരവേറ്റതിനെ അനുസ്മരിച്ചാണ് കുരുത്തോല ഘോഷയാത്രയും വിശുദ്ധ കുർബാനയും നടക്കുന്നത്. ഈസ്റ്റർ ഞായറിന് മുന്നോടിയായി വരുന്ന ഈ ഞായറാഴ്ചയോടെ സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളിലേക്കാണ് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ജെറുസലേം പ്രവേശനത്തിനൊപ്പം അന്ത്യ അത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയർപ്പു തിരുനാളിന്റെയും ഓർമ്മ പുതുക്കുന്ന വേളയാണിത്. ബുധൻ വരെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രഭാതധാന്യങ്ങളും ബൈബിൾ സന്ദേശങ്ങളും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ പെസഹ വ്യാഴം ദുഃഖവെള്ളി ആചരണങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങും. ശനിയാഴ്ച രാത്രി ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച പുലർച്ചെ അവസാനിക്കുന്നതോടെ ലോകമെങ്ങും ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കും. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ ഭക്തി നിർഭരമായി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങളെ, അവിടുത്തെ പീഡാനുഭവ മരണ അനുഭവങ്ങളെ പ്രത്യേകമായി സഭ അനുസ്മരിക്കുന്ന ഈ കാലയളവിൽ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാൻ നേരുകയാണ്. ഗൾഫ് മേഖലയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓശാന ഞായറും വിശുദ്ധ വാരവും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയുമായിട്ടുള്ള ദിനങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അടിവാരം പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത മുൻ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, സഹവികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. കുരിശുമുടിയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ടോം പുള്ളേലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്മോൻ ആന്റണി ഓശാന തിരുനാൾ സന്ദേശം നൽകി. കനകമല സെന്റ് ആന്റണീസ് കപ്പേളയിൽ നിന്ന് യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരത്തോടെ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കുരിശുമുടിയിലും പ്രദക്ഷിണം നടന്നു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കുറുകുറ്റിക്കാരൻ, ജോജി ചുള്ളി, PRO ഷോജൻ ഡി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മണ്ഡലത്തിൽ ഉടനീളം ആവേശകരമായ സ്വീകരണം. പുതുക്കാട് മണ്ഡലത്തിലെ വികസന തുടർച്ച ലക്ഷ്യമിട്ട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ നടത്തുന്ന പര്യടനത്തിന് ജനപിന്തുണയേറുന്നു. ഞായറാഴ്ച രാവിലെ മോർണിംഗ് വാക്ക് വിത്ത് KKR എന്ന പര്യടന പരിപാടി വരന്തരപ്പള്ളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് നടന്നത്. പഞ്ചായത്തിലെ പള്ളിക്കുന്ന് മുതൽ വേലുപ്പാടം വരെ കാൽനടയായാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടത്. പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രമുഖ നേതാക്കളായ NM സജീവൻ, സന്തോഷ് തണ്ടാശ്ശേരി, അഖിൽ ബാബു, KS ഫവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഉച്ചതിരിഞ്ഞ്
സ്ഥാനാർത്ഥി വരന്തരപ്പിള്ളി മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടന ജാഥ എത്തിച്ചേർന്നു. വഴിനീളെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കയറി വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമാനമായ രീതിയിലുള്ള ജനസമ്പർക്ക പരിപാടികൾ തുടരുമെന്ന് LDF കേന്ദ്രങ്ങൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് UDF മറ്റത്തൂർ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൈപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, TM ചന്ദ്രൻ, അസീസ് താണിപ്പാടം, അഗസ്റ്റിൻ ഇഞ്ചക്കുണ്ട, മനോജ് കൊട്ടിക്കൽ, ജോബി കൊടുങ്ങല്ലൂർ, ഡാർലി പോൾസൺ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, KL ജോസ് മാസ്റ്റർ, സോമൻ മുത്രത്തിക്കര, പ്രവീൺ M കുമാർ, നൈജോ ആൻഡോ, ലിൻഡോ പള്ളിപ്പറമ്പൻ, പ്രതീഷ് പണ്ടാരത്തിൽ, ജോൺ വട്ടക്കാവിൽ, CH സാദത്ത്, സായുധ് സുരേന്ദ്രൻ, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. ജിനേഷ് വെട്ടിയാട്ടിൽ, ജീജു കീറ്റിക്കൽ, ഷാജു പൂക്കോടൻ, KA ഹനീഫ, സിബി വാസുപുരം, AM ബിജു, മോളി തോമസ്, ഷീല വിപിനചന്ദ്രൻ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന UDFിൻ്റെ പ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് പെട്ടെന്ന് മറ്റ് മീറ്റിംഗ് ഇതുപോലെ തന്നെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടേക്ക് പോകണം. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളോ. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ കൊടകര പഞ്ചായത്തിലെ പര്യടന പരിപാടി ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പാരത്തെരുവ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടന പരിപാടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എബി ജോർജ്, UDF കൺവീനർ OS ചന്ദ്രൻ, KPCC സെക്രട്ടറി ഷോൺ പെല്ലിശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, INTUC ജില്ലാ സെക്രട്ടറി ഷൈൻ മുണ്ടയ്ക്കൽ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വിനയൻ തോട്ടാപ്പിള്ളി, സദാശിവൻ കുറുവത്ത, ഡൽജിത്ത് നാർലേലി, VR രഞ്ജിത്ത്, ജനപ്രതിനിധികളായ ജസ്റ്റിൻ പെരുമണിശ്ശേരി, പ്രനീല, ഗിരീശ്വരൻ, മിനിദാസൻ, ബിജി ഡേവിസ്, ലിൻഡോ കരുത്തി, ലിൻസി റാഫേൽ, ഗിരിജ ശ്യാമപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് BJP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മഹാരാഷ്ട്ര MLA ശ്വേത മഖലെ പാട്ടീൽ നിർവഹിച്ചു. സ്ഥാനാർത്ഥി A പരമേശ്വരൻ എന്ന നാഗേഷ്, VV രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാന്ത, മണ്ഡലം പ്രസിഡന്റ് അരുൺ, വൈസ് പ്രസിഡന്റ് ജോയ് മണ്ണള്ളി, മെമ്പർ ബേബി കീടായി, ശരത്ത്, രശ്മി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ വിജു, രാംദാസ്, ജിബിൻ, ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ഡേവിസ്, അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. ആനന്ദപുരം ഗ്രാമത്തിൽ അഖില വിശ്വഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 24 കുണ്ട ഗായത്രി മഹായജ്ഞം നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി CEOയും വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ KS കൊച്ചുമോന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ആനന്ദപുരം ഗ്രാമത്തിൽ മഹായജ്ഞം സംഘടിപ്പിച്ചത്. ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും പവിത്രവും പുരാതനവുമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഋഗ്വേദത്തിൽ നിന്നുള്ള ഈ മന്ത്രം വിശ്വാമിത്ര മഹർഷിയാൽ ദർശിക്കപ്പെട്ടതാണ്. ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും സർവാരാധ്യനുമായ സവിതാവിൻ്റെ ആ ദിവ്യമായ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ പരമജ്യോതിസ് ഞങ്ങളുടെ ബുദ്ധിയെ നല്ല വഴിക്ക് നയിക്കട്ടെ എന്നാണ് ഈ ദിവ്യമായ മന്ത്രത്തിൻ്റെ അർത്ഥം. സർവചരാചരങ്ങളുടെയും മനുഷ്യരാശിയുടെയും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി ഈ മന്ത്രം പലകുറി ആവർത്തിച്ചുകൊണ്ട് ആനന്ദപുരം ഗ്രാമത്തിൽ അഖില വിശ്വഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗായത്രി മഹായജ്ഞം നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒയും വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ KS കൊച്ചുമോന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ആനന്ദപുരം ഗ്രാമത്തിൽ മഹായജ്ഞം സംഘടിപ്പിച്ചത്. കാശി ആശ്രമത്തിലെ സ്വാമി മഹാമണ്ഡലേശ്വരം ആനന്ദവനം ഭാരതി മഹാരാജന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെയാണ് അതിവിശിഷ്ടമായ യജ്ഞത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ആദരണ സഭയിൽ ആനന്ദവനം ഭാരതി മഹാരാജ്, സ്വാമി യോഗി മഹേശ്വരാനന്ദ,
ബ്രഹ്മശ്രീ ജയരാജ് നമ്പൂതിരി, അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂതിരി, ഏഴിക്കോട് ശശി നമ്പൂതിരി, ET ദിവാകരൻ മൂസ, വല്ലഭൻ നമ്പൂതിരി പാമ്പുമേക്കാട്ടുമന, മുൻ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് EK വിജയൻ, ഹരിദ്വാർ ഗായത്രി പരിവാർ ആചാര്യൻ ഉമേഷ് കുമാർ ശർമ്മ, അതിരുദ്ര മഹായാഗ ആചാര്യൻ അശ്വിനി ദേവ് തന്ത്രികൾ എന്നിവരെ ആദരിച്ചു. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ 24 ഹോമകുണ്ഠങ്ങൾക്ക് ചുറ്റിലും 8 പേർ വീതം ഇരുന്ന് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പവിത്രമായ ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ചുറ്റിലും പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായി നൂറുകണക്കിന് ഭക്തരും. ഡോക്ടർ KU ഷാജി ശർമ്മ, ലജ്പത് റായ് കച്ചേലിയ രാജസ്ഥാൻ, അശോക് അഗർവാൾ ഗുജറാത്ത്, ജ്യോതിഷ് പ്രഭാകരൻ കോഴിക്കോട്, ഉണ്ണികൃഷ്ണൻ മലപ്പുറം, VS ജോഷി തൃശൂർ, ജ്യോതിലയൻ കോഴിക്കോട് എന്നിവർ ഗായത്രി മഹായജ്ഞത്തിന് കാർമ്മികരായി. എല്ലാ മനുഷ്യർക്കും സദ്ബുദ്ധി ഉണ്ടാവാനാണ് യാഗം നടത്തുന്നത്. പ്രത്യേകിച്ച് ഗായത്രി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാവണം തീരുമാനിക്കുന്ന ആൾക്കാര്. ധനവാനാവണോ ധർമ്മക്കാരനാവണോ തീരുമാനിക്കുന്ന നമ്മളാണ്. അതാണ് ഗായത്രി മന്ത്രത്തിന്റെ പ്രസക്തി. 5 പതിറ്റാണ്ടിലേറെ കാലം മുമ്പ് തപോഭൂമിയായിട്ടുള്ള ഹരിദ്വാറിലെ സപ്തർഷി തപസ്ഥാനത്ത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ എന്ന മഹാത്മാവ് തുടക്കമിട്ട മഹാപ്രസ്ഥാനമാണ് ഗായത്രി പരിവാർ, ഗായത്രി കുടുംബം. മന്ത്രമാതാവായ ഗായത്രിയുടെ അനുഗ്രഹം ഈ പുണ്യഭൂമിയിലെ ഓരോ ജീവാത്മാവിനും ജാതി വർണ്ണ ലിംഗ ഭേദങ്ങളൊന്നുമില്ലാതെ ഓരോരുത്തർക്കും പകരുന്നതിനായി ആ ശക്തിയെ ഓരോരുത്തരിലും അനുഗ്രഹമായി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ട് പൂജ്യ ആചാര്യജിയും മാതാജിയും ചേർന്ന് തുടക്കമിട്ട വളരെ ചെറിയ രീതിയിൽ ഏതാനും പേരിൽ എണ്ണാവുന്ന കുറച്ച് ശിഷ്യരുമായി തുടക്കമിട്ട ഗായത്രി കുടുംബം ഇന്ന് നിരവധി സാധകരും പഠിതാക്കളും ശിഷ്യരുമെല്ലാമായി ലോകമെമ്പാടും പന്തലിച്ച് ഒരു വലിയ തണൽ വൃക്ഷമായി മാറിയിരിക്കുകയാണ്. ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒന്നാണ് ഗായത്രി. നമുക്ക് പുണ്യഫല പ്രാപ്തിയോടൊപ്പം തന്നെ പരിഹാരമായിട്ടും ജപിക്കേണ്ട മന്ത്രമായിട്ട് ഏറ്റവും വലിയ മന്ത്രമായിട്ട് ഗായത്രിയാണ് കണക്കാക്കുന്നത്. ആ ചൈതന്യം, ഗായത്രി മാതാവിൻ്റെ ചൈതന്യം ഇവിടെ 24 കുണ്ഡങ്ങളിലായി നടത്തുന്ന യജ്ഞത്തിലൂടെ നമ്മെയും ഈ ഭൂമിയെയും സമാജത്തെയും ശുദ്ധീകരിക്കട്ടെ, ശക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഗായത്രി മാതാവിൻ്റെയും ഗുരുപരമ്പരയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ഋഷി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും നിങ്ങൾക്കേവർക്കുമായി അർപ്പിക്കുന്നു. നമ്മൾ നന്നായാൽ ലോകവും നന്നാകും, നമ്മൾ മാറിയാൽ ലോകവും മാറും എന്ന മഹത്തായ ആശയത്തോടെ അഖില വിശ്വഗായത്രി പരിവാർ ശാന്തികുഞ്ച് ഹരിദ്വാറിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നടന്ന 24 കുണ്ഠ ഗായത്രി മഹായജ്ഞം വലിയ ശ്രദ്ധ നേടുകയാണ്. മാനവരാശിക്ക് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു കൂട്ടം സന്യാസ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ഈ മഹായജ്ഞം അരങ്ങേറിയത്. സന്യാസ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ വേദിയിലേക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ചെമ്പുച്ചിറയിൽ നിർമ്മിച്ച തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിന്റെ പ്രവേശനവും ഗുരുപാതുക പ്രതിഷ്ഠയും നടത്തി. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി P. മാധവൻ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാൻ ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി, ശശി അയ്യഞ്ചിറ തുടങ്ങിയ പ്രമുഖരെ ആശ്രമ സന്നിധിയിലേക്ക് ആനയിച്ചു.
തുടർന്ന് ആശ്രമാധിപൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, മഹാമണ്ഡലേശ്വർ ആനന്ദ ഭവനം ഭാരതി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപാദക പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. സ്വാമി ആനന്ദവനം ഭാരതി ആത്മീയ പ്രഭാഷണം നടത്തി. ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി, ചലച്ചിത്ര നിർമ്മാതാവ് ശശി അയ്യഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് കോട്ടയം ഭദ്രകാളി ഭജൻസ് അവതരിപ്പിച്ച ഭജനയും അരങ്ങേറി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ചെമ്പുച്ചിറയിൽ എത്തിയത്. ദുരന്തമുഖങ്ങളിലും രക്തദാനം തുടങ്ങിയ സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായ ടീം എമർജൻസി കേരളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. തിരക്കേറിയ ചുമതലകളിലുള്ള പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കും സഹായകമാവുകയാണ് ടീം എമർജൻസി കേരളയുടെ സാന്നിധ്യം. ദേശീയപാത ആമ്പല്ലൂരിൽ മണലിപ്പുഴയ്ക്ക് സമീപത്ത് മടവാക്കര റോഡിൽ മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് മാറിത്തുളച്ചതിനെ തുടർന്ന് കൊച്ചി സേലം പാചകവാതക പൈപ്പിൽ ചോർച്ചയുണ്ടായത് വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. സമീപ പ്രദേശങ്ങളിലെ 15 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ആരെയും സ്ഥലത്ത് പ്രവേശിപ്പിക്കാതെ കനത്ത സുരക്ഷയിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. ഗ്യാസ് ചോർച്ച പരിഹരിച്ചെങ്കിലും 10 ദിവസം പിന്നിട്ടിട്ടും പ്രദേശം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി ഇപ്പോഴും നിയന്ത്രണമുണ്ട്. പ്രദേശവാസികൾക്ക് ധൈര്യം പകർന്നും വാഹനങ്ങൾ നിയന്ത്രിച്ചും കഴിഞ്ഞ 10 ദിവസമായി പ്രത്യേക യൂണിഫോം ധരിച്ച ടീം എമർജൻസി കേരളയുടെ സന്നദ്ധ പ്രവർത്തകർ 24 മണിക്കൂറും ഇവിടെ സജീവമാണ്. ആമ്പല്ലൂര് ഗ്യാസ് വാതക ചോർച്ചയെ തുടർന്ന് ഒരാഴ്ചയോളം ഞങ്ങൾ നിരന്തരം 24 മണിക്കൂറും തമ്പടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വർക്കിംഗ് ഇതാവണത്. ഈ ഭാഗത്തെ ആൾക്കാർക്കും അതേപോലെ തന്നെ ഭയങ്കര ഒരു ഭീഷണിയായിരുന്നു ഇത്. നമ്മുടെ എമർജൻസി കെയറുടെ ഭാഗമായിട്ടും പിന്നെ ഫയർഫോഴ്സിനും എല്ലാവർക്കും നമുക്ക് ഭയങ്കരമായിട്ട് സഹായങ്ങൾ, പോലീസിൻ്റെ ഭാഗം നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ആയാലും നമുക്ക് ഭയങ്കര സഹായങ്ങളും കാര്യങ്ങളും അവർ നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഡൊണേഷൻ മുതൽ എല്ലാവിധ റെസ്ക്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. CPR, അതേപോലെ തന്നെ രക്ത ക്യാമ്പ്, പാമ്പ് പിടുത്തം, അങ്ങനെ എല്ലാവിധ റെസ്ക്യൂം, തേനീച്ചകൂട് തൊട്ട് നമ്മൾ എല്ലാവിധ റെസ്ക്യൂം നമ്മൾ ഇതിനോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പോണത്. നിരവധി ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തകനായി ശ്രദ്ധേയനായ അഷ്റഫ് KKP എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ 2023 കോട്ടയം ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചാണ് സംഘടനയുടെ പ്രവർത്തന തുടക്കം. 9 ജില്ലകളിലായി 150ഓളം പ്രവർത്തകർ ഇന്ന് സംഘടനയുടെ ഭാഗമാണ്. 2026 ജനുവരിയിലാണ് തൃശൂർ ജില്ലയിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സാഹസികതയും സേവന മനോഭാവവും മാത്രം കൈമുതലായ വിവിധ ജോലികൾ ചെയ്യുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരാണ് സംഘടനയിലെ അംഗങ്ങൾ. താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് സംഘടനയിലെ അംഗങ്ങളാക്കുന്നത്. ഇതിനോടകം പലരും ഇറങ്ങാൻ മടിച്ച ആഴങ്ങളിൽ നിന്ന്, ആളിപ്പടരുന്ന അഗ്നിയിൽ നിന്ന്, പണം വിരിച്ച പാമ്പിൽ നിന്ന്, ആരും അടുക്കാൻ മടിക്കുന്ന കടന്നൽ കൂട്ടത്തിൽ നിന്ന് സ്വന്തം ജീവൻ മറന്ന് 100 കണക്കിന് പേരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ സംഘടനയാണ് ടീം എമർജൻസി കേരള. 2023 മെയ് 13 കോട്ടയം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് ടീം എമർജൻസി കേരള. ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ തൃശ്ശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളൊക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ 200-ൽ താഴെ പ്രവർത്തകരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്യാഹിതങ്ങളുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട പാഠങ്ങളുമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയും ഇവരുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. ദുരന്തമുഖങ്ങളിൽ മാത്രമല്ല, ആറാട്ടുപുഴ പൂരം, തൃശൂർ പൂരം തുടങ്ങി വലിയ ജനക്കൂട്ടം വന്നെത്തുന്ന ചെറുതും വലുതുമായ ആഘോഷ തിരക്കുകളിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എന്തിനും തയ്യാറായി ഇവരെ കാണാം. ദുരന്തമുഖങ്ങളിൽ ഓടിയെത്താൻ ഒരു വാഹനം, രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആവശ്യമായ ഉപകരണങ്ങൾ, സംഘടനയ്ക്ക് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം എന്നിവ സ്വന്തമാക്കണമെന്ന ആഗ്രഹവും ഈ സന്നദ്ധ പ്രവർത്തകർക്കുണ്ട്. നമ്മുടെ പാലിയേക്കര ഈ ഗ്യാസ് ലീക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ വന്ന ഈ പ്രവർത്തനത്തിൽ വളരെയധികം നല്ല രീതിയിൽ സജ്ജമായ രീതിയിൽ ഞങ്ങൾക്ക്
ഫയർഫോഴ്സിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് വരുമ്പോൾ, അതായത് പെട്ടെന്നുള്ള റെസ്ക്യൂസ് വരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി സൗകര്യമാണ് ഇല്ലാത്തത്. മെയിനായിട്ട് 19ഓളം മെമ്പർമാരുള്ള ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് എത്തിപ്പെടാൻ പെട്ട പാട് ഒരുപാട് റിസ്ക് പിടിച്ചിട്ടാണ്. ഓരോരുത്തരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരുമാണ്. കൂടുതലും ജോലികൾ നിർത്തിപ്പോകുന്നവരുണ്ട്. പലരും പല അകലങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നവരുണ്ട്. എങ്കിൽ പോലും അവർ സ്പോട്ടിൽ പറഞ്ഞ സമയത്ത് തന്നെ എത്തുകയും 6ഓളം പേര് ഒരു ദിവസത്തോളം ക്യാമ്പ് അടിച്ച് ഒരാഴ്ചത്തോളമായി ഞങ്ങളിപ്പോൾ ഇവിടെ പ്രവർത്തനം സജ്ജമായി വരുന്നു. ഇതിപ്പോൾ പറയണത് ഏത് റിസ്ക് ഉള്ള പണിയും ഞങ്ങൾ എടുക്കും. ഓൾ റെസ്ക്യൂസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ കേരള ആൻഡ് റെസ്ക്യൂ സർവീസാണ്. നമ്മുടെ ഇവിടെ പുതുക്കാട് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും പ്രത്യേകിച്ച് നമ്മളോട് വളരെയധികം സപ്പോർട്ടോടുകൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത്യാഹിതങ്ങൾ ഉണ്ടായാൽ 98-98-58-55-75 അല്ലെങ്കിൽ 7383-800-108 എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ ടീം എമർജൻസി കേരളയുടെ സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് ഓടിയെത്തും. നമ്മുടെ വിരലിൽ ഒരു മോതിരം കുടുങ്ങിയാൽ അല്ലെങ്കിൽ കിണറ്റിലൊരു പൂച്ച വീണാൽ, ഇനി അതുമല്ലെങ്കിൽ പ്രളയം പോലെ, വലിയൊരു വാഹനാപകടം പോലെ, പാചകവാതക ചോർച്ച പോലെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അത് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് ടീം എമർജൻസി കേരള എന്ന റെസ്ക്യൂ ഫോഴ്സ് ടീം. സംസ്ഥാനത്ത് ഉടനീളം ഇവരുടെ സേവനം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് വാഹന സൗകര്യം അടക്കമുള്ള ഒരു ഓഫീസ് അടക്കമുള്ള റെസ്ക്യൂ ഉപകരണങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഏതായാലും അധികൃതരുടെ ഒരു അടിയന്തര ഇടപെടൽ ഇവരുടെ ആവശ്യങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദൂരൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറിയും ദീർഘകാലം അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CK കുമാരന്റെ 5ാം ചരമവാർഷിക ദിനാചരണം കരുവാപ്പടി തെക്കേക്കരയിൽ വെച്ച് നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം PU ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ശേഖരൻ, VK വിനീഷ്, ലോക്കൽ സെക്രട്ടറി VK അനീഷ്, ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി K രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പിന്നീട് 1995 നമുക്കറിയാം, ദീർഘകാലം അളഗപ്പനഗർ പഞ്ചായത്തിലെ ഏറ്റവും ദീർഘകാലം പഞ്ചായത്ത് അംഗമായിരുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് CK കുമാരൻ എന്നാണ് അതിൻ്റെ ഉത്തരം ഉണ്ടാവുക. പിന്നീട് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രശസ്തമായ തൊട്ടിപ്പാൾ പൂരം മാർച്ച് 30 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. രാവിലെ 7:30 പകൽ പൂരം ആരംഭിക്കും. പാണിക്കൊട്ടി 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് വടക്കു ഭാഗത്തുള്ള കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞ് നിന്നതിന് ശേഷം പഞ്ചവാദ്യം തുടങ്ങും. പറകളെല്ലാം സ്വീകരിച്ച് രാവിലെ 9:30 ക്ഷേത്ര സന്നിധിയിൽ എത്തി കിഴക്കോട്ട് തിരിഞ്ഞ് 7 ഗജവീരന്മാരെ അണിനിരത്തി പന്തലിൽ എത്തി പഞ്ചവാദ്യം അവസാനിക്കും. തുടർന്ന് പാണ്ടിക്കുട്ടി കിഴക്ക് ആൽത്തറയ്ക്കൽ എത്തി ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കും. പാണ്ടിക്കു ശേഷം കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം 10:30 മേള കലാരത്നം പെരുവനം സതീശൻ മാരാർ, പെരുവനം ശിവൻ മാരാർ, പെരുവനം പ്രകാശൻ മാരാർ, പെരുവനം ശങ്കരനാരായണൻ മാരാർ, പരിയാരത്ത് രാജൻ മാരാർ, ശങ്കരൻ കുളങ്ങര രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 120-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും. ഉച്ചയ്ക്ക് 1:30 ക്ഷേത്ര നടയിലെ നടപ്പന്തലിലെത്തി മേളം അവസാനിക്കും. തുടർന്ന് ചെമ്പട കൊട്ടി ക്ഷേത്ര മതിൽക്കകത്ത് പ്രവേശിച്ച് ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ പകൽപൂരം അവസാനിക്കും. രാത്രി 9 ആറാട്ടുപുഴയിലേക്ക് തൊട്ടിപ്പാൾ ഭഗവതി എഴുന്നള്ളും. പ്രകൃതിയുടെയും വന്യജീവികളുടെയും അതുല്യ ദൃശ്യഭംഗി കോർത്തിണക്കി മറ്റത്തൂർ ചുങ്കാലിലെ ഫോട്ടോഗ്രാഫി മ്യൂസിയത്തിൽ പ്രദർശനം ആരംഭിച്ചു. ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും മ്യൂസിയം ഡയറക്ടറുമായ പ്രവീൺ P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള 41 ഫോട്ടോഗ്രാഫർമാരുടെ 52 ചിത്രങ്ങളാണ് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വനാന്തരങ്ങളിലെ അപൂർവ കാഴ്ചകൾ, പക്ഷികളുടെ സ്വാഭാവിക പെരുമാറ്റങ്ങൾ, വന്യജീവികളുടെ ജീവിത നിമിഷങ്ങൾ എന്നിവ അതീവ മനോഹരമായി ഈ ചിത്രങ്ങളിൽ പകർത്തിയിട്ടുണ്ട്. മ്യൂസിയം ക്യൂറേറ്ററും ഫൗണ്ടിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ഉണ്ണി പുളിക്കൽ പ്രദർശനത്തെക്കുറിച്ച് വിശദീകരിച്ചു.
മ്യൂസിയം മാനേജർ ശ്രീനി പുല്ലരിക്കൽ, മുരളി മോഹൻ, ഉദയൻ ബാലൻ, VK കാസിം തുടങ്ങിയ കലാരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പ്രസംഗിച്ചു. ആദിത്യ കൃഷ്ണ S മേനോൻ, അജയ് പാങ്ങിൽ തുടങ്ങി 41 പേരുടെ ചിത്രങ്ങൾ കാണികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ഏപ്രിൽ 30 വരെ തുടരും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സർക്കാർ ഉത്തരവ് പ്രകാരം ഏപ്രിൽ 1 ട്രഷറി തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും ട്രഷറി ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നില്ലെന്ന് ജില്ലാ ട്രഷറി ഓഫീസർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,575 രൂപ, പവന് 1,08,600 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ വടക്കേത്തല ജെയ്സൺ ഭാര്യ ആലീസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആൻസൺ, അകീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ വാരത്തിന് തുടക്കം. എളിമയുടെ സന്ദേശം പകർന്ന് ഓശാന ഞായർ. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ ഭക്തി നിർഭരമായി. പ്രചരണ തിരക്കിൽ സ്ഥാനാർത്ഥികൾ, ആവേശമായി പര്യടന പരിപാടികൾ. അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാർ ആനന്ദപുരത്ത് സംഘടിപ്പിച്ച ഗായത്രി മഹായജ്ഞം ഭക്തിസാന്ദ്രമായി. ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് നൂറുകണക്കിന് ആളുകൾ. ചെമ്പുച്ചിറയിൽ നിർമ്മിച്ച തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിന്റെ പ്രവേശനവും ഗുരുപാദുക പ്രതിഷ്ഠയും നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.